ദൈവത്തിന് മഹത്വം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഉയർത്തുന്ന ദൈവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തുന്ന ദൈവത്തെപ്പറ്റി, അതിൻ്റെ സവിശേഷതകളെപ്പറ്റി നമ്മളെ പഠിക്കുകയുണ്ടായി. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം, താണിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ദൈവിക ഉയർച്ച നമ്മളെ തേടി വരുന്നു എന്നുള്ളത് നമ്മളെ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ജോസേഫിൻ്റെ ജീവിതത്തെപ്പറ്റി ഇന്നും വരും ദിവസങ്ങളിൽ പഠിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമത്തെ അറിയുകയും ആ നാമത്തിന് അനുസരണമായി ജീവിക്കുകയും ചെയ്ത ജോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ ആ ഒരു അനുഭവത്തെ, ആ ഒരു സാക്ഷ്യത്തെയാണ് നമ്മൾ പഠിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അല്പമായി ജോസഫിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ മകനായ ജോസഫിൻ്റെ ജീവിത ചരിത്രത്തിൽ എനിക്ക് കാണുവാനായി കഴിഞ്ഞ ചില സവിശേഷതകളെ പ്രാരംഭത്തിലൊന്ന് പറയട്ടെ. ഒന്ന്, ജോസഫ് അനുസരണമുള്ള ഒരു മകനായിരുന്നു. പിതാവിനെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ എല്ലായിടത്തും അനുസരണ സ്വഭാവമുള്ളതായ ഒരു മകനായിരുന്നു ജോസഫ്. രണ്ടാമതായിട്ട് ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വീണ്ടും കുറച്ചുകൂടെ നോക്കിയാൽ അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നീട് ഉത്തരവാദിത്തമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു ജോസഫ് എന്ന് നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചതായ ദൗത്യത്തെ ഉത്തരവാദിത്തത്തോടുകൂടി തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോഴും പോയി കണ്ടെത്തുവാനായിട്ട്, അവരെ കണ്ടെത്തുവാൻ ആ ഉത്തരവാദിത്തത്തെ ജോസഫ് നല്ലവണ്ണം അത് അനുസരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ആത്മാർത്ഥത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ 37-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, ആ 37-ാം അധ്യായം മുഴുവൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ജോസഫിൻ്റേതായ ആ ഉത്തരവാദിത്ത ബോധം, തൻ്റെ സഹോദരങ്ങളെ പറ്റിയുള്ള സ്നേഹം, കരുതൽ, ആത്മാർത്ഥതയൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ യൗവനത്തിൽ 17-ാമത്തെ വയസ്സിൽ ദൈവത്തോടുള്ളതായ ആത്മാർത്ഥമായ ആ ആഴമായ അറിവും, ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ നാമത്തെ പറ്റിയുള്ള അറിവുമൊക്കെ ലഭിച്ച് ദൈവിക ദർശനം, ഒരു സ്വപ്നം തനിക്ക് ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ 37-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ദയവായി നിങ്ങൾ ഈ വചനത്തെ കേട്ടിട്ട് ഈ വേദഭാഗങ്ങളൂടെ വായിക്കുവാനായിട്ട് ശ്രമിക്കണമേ, എങ്കിലേ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകുകയുള്ളൂ. ആ ദൈവം നൽകിയ ദർശനത്തെ, ആ സ്വപ്നത്തെ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തിയില്ല. അതിനനുസരണമായ ഒരു ജീവിതമായിരുന്നു ജോസഫ് മുൻപോട്ട് നയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ദർശനത്തിന് അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ, സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിനെ പ്രാർത്ഥനയോട് അതുമായി നമ്മൾ മുൻപോട്ട് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ ദൈവം അതിനെ പൂർത്തിയാക്കുന്നതായ ഒരു ദിവസമുണ്ട്. അതുമാത്രവുമല്ല, ദൈവം നൽകിയ ദർശനത്തെ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും തകർത്തു കളയുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ തൻ്റെ സഹോദരങ്ങൾ, അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, തൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ദൈവം കൊടുത്ത ദർശനമാകുന്ന സ്വപ്നത്തെ തകർക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന ദൈവികമായ ദർശനങ്ങളെ തകർക്കുവാൻ, ഉയർത്തുവാനായിട്ട് ദൈവം തീരുമാനിച്ച് നമുക്ക് ദൈവിക ദർശനങ്ങളെ തരുമ്പോൾ അതിനനുസരണമായി ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും നിഷ്കളങ്കതയും ദൈവഭയവും അനുസരണവുമുള്ളവരായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും അതിനെ തകർത്ത് കളയുവാനായിട്ട് കഴിയുകയില്ല. അതാണ് ജോസഫിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. തൻ്റെ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവൻ്റെ സ്വപ്നത്തെ നമുക്ക് തകർക്കാം, അവനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാം, അവനെ കൊന്നുകളയാം എന്നുള്ളതായ ചിന്തയോടുകൂടി അവർ ഒരുമിച്ച് നിൽക്കുകയാണ്.
അവരൊരുമിച്ച് ചേർന്നിട്ട് പോലും ആ ദൈവീകമായ ആ പദ്ധതിയെ തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ കാണുന്നത്? ജോസഫ് ദൈവത്തിൻ്റെ നാമത്തെ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നന്നായി അറിഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, അത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തെ പറ്റി ആയിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ നാമത്തെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവികമായ ദർശനങ്ങളെ പ്രാപിക്കണം. ഇന്ന് തലമുറകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൈവിക ദർശനങ്ങളാണ്, സ്വപ്നങ്ങളാണ്. മറ്റു പല സ്വപ്നങ്ങളും ലോകപ്രകാരം കാണാറായിട്ടുണ്ട്. എന്നാൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, ശമൂവേലിന് ദർശനം ലഭിച്ചു. അതേ പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദർശനമുള്ള തലമുറകൾ വളർന്നു വരണം. ആ ദൈവികമായ ദർശനങ്ങളും കാഴ്ചപ്പാടുകൾക്കും ആത്മീയ ചിന്തകളും ചിന്താഗതികളും അവർക്കുണ്ടാകണം. ഇന്ന് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടേതായ യൗവനക്കാർ തലമുറകൾ തകർന്നു പോകുന്നത്, ലോകമോഹത്തിന് അധീനരായി തീരുന്നത്. ജോസഫ് വിജയിച്ചവനാണ്, എന്നാൽ നമ്മുടെ തലമുറകൾ ഇന്ന് പരാജയപ്പെടുന്നു. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയത്തോടുകൂടി മുന്നേറണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് അവർക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അവരെ ദൈവകൃപയിൽ വളർത്തണം. ഉപദേശിക്കേണ്ടടുത്ത് അവരെ ഉപദേശിക്കണം, ശാസിക്കേണ്ടടുത്ത് അവരെ ശാസിക്കണം, ദൈവവചനം പഠിപ്പിക്കേണ്ടടുത്ത് അവരെ അത് പഠിപ്പിക്കണം. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗം കൂടെ ഞാൻ അല്പം ആഴമായിട്ട് അതിനെപ്പറ്റി പറയട്ടെ. വരും ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 8-9 മിനിറ്റ് കൊണ്ട് ഇത് തീരുമെങ്കിലും ഇത് തുറന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വരുന്നതായ ദിവസങ്ങൾ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു സന്ദേശമായിട്ട് കൂടി ഇത് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇവിടെ ജോസഫിന് ലഭിച്ചതായ തൻ്റെ 17-ാമത്തെ വയസ്സിൽ ലഭിച്ചതായ ദൈവിക ദർശനത്തെ നഷ്ടപ്പെടുത്തുവാൻ ലോകശക്തികൾ ശ്രമിച്ചിട്ടും ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. അവിടെയാണ് ദൈവഭയമുള്ള ജോസഫിനെ ദൈവം താങ്ങി. അവൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാനതിൻ്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ഇതൊരു വലിയ സാക്ഷ്യമാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ തലമുറകളെപ്പറ്റി ഇങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം. എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവർ തലമുറ സാക്ഷ്യത്തോടെ നിലനിൽക്കുന്നു, അവരുടെ ഉദ്ദേശങ്ങളെ ദൈവം സാധിപ്പിക്കുന്നു. അവിടെ പറഞ്ഞില്ലേ, എത്ര ക്ലിയർ ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, തലമുറകളോട് കൂടെ ദൈവിക സാന്നിധ്യമില്ല. എന്തുകൊണ്ട് ഇന്ന് പലതിനും അടിമകളായി മാറുന്നു? എന്തുകൊണ്ട് ഇന്ന് അവർ പ്രലോഭനങ്ങളിൽ വീഴുന്നു? എന്തുകൊണ്ട് അവർ തകരുന്നു? ജോസഫ് പ്രലോഭനങ്ങളിൽ വീണില്ല പ്രിയമുള്ളവരെ. വരും ദിവസങ്ങൾ നമുക്ക് പഠിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ തലമുറകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ജോസഫിന് ലഭിച്ചതുപോലെയുള്ളതായ ദൈവിക ആത്മീയ ദർശനങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ തലമുറകളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്വർഗീയ പിതാവെ, ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ ദൈവികമായ ഉയർച്ചയെപ്പറ്റി പഠിക്കുമ്പോൾ ജോസഫ് എന്ന യൗവനക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ദർശനത്തെ കാത്തു സൂക്ഷിച്ചു. ലോകശക്തികൾക്ക് തകർക്കുവാൻ കഴിയാത്തതായ ദർശനത്തെ പൂർത്തീകരിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ വളർന്നു വരുമ്പോൾ ആ ദൈവകൃപയിൽ വളരുവാൻ അവരെ സഹായിക്കണമേ. ദൈവിക ദർശനത്തോട് വളരുവാൻ അവരെ സഹായിക്കണമേ. വളർത്തുവാൻ മാതാപിതാക്കളെ സഹായിക്കണമേ. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ഒരു ഉയർച്ചയിൽ ഉന്നതിയിലെത്തുവാൻ ഞങ്ങളുടെ തലമുറകൾക്ക് ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.